ഹലോ നമസ്കാരം. ഷെർലോക്ക് ഹോംസ് ചാപ്റ്റർ 1 മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ മുന്ന് പറയാറുള്ള പോലെ തന്നെ ഇതുവരെ എപ്പിസോഡ് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൂടി ചെക്ക് ചെയ്താലേ നമുക്ക് ഫുൾ സ്റ്റോറി നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ ഗിൽഡഡ് കേജ് എന്ന് പറഞ്ഞൊരു വലിയൊരു കേസ് നമ്മൾ സോൾവ് ചെയ്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളി കേസായിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാനം ആ കേസിൻ്റെ അവസാനം നമുക്ക് അമ്മയുടെ കുറച്ച് ബിലോങ്ങിങ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ലെറ്റർ ഫ്രം വയലറ്റ് ടു തിയോഡർ ഗിൽഡൻ. ഓക്കെ, നമ്മുടെ അമ്മ നമ്മുടെ ഗിൽഡനെ അയച്ചൊരു ലെറ്ററാണ്. അതായത് വയലറ്റ് ഹോംസ് ഗിൽഡനെ അയച്ചൊരു ലെറ്ററാണ്. അപ്പോൾ അമ്മയും ഗിൽഡനും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. യു നോ ഐ വാല്യൂ അവർ ഫ്രണ്ട്ഷിപ്പ് മോർ ദാൻ most other bonds. We share the same restless soul and your acceptance and support in trying times has been a blessing. I am endlessly grateful for the turn of fate that saw Sigar and I joined the same expedition as you. It changed my life for the better. Nevertheless, I am not blind nor a hypocrite. I know that your feelings towards me have deepened. Forgive me, Theodore, but I do not feel as you do. I must spare you the pain of one-sided love before it's too late. Please see enclosed the necklace you so thoughtfully gifted in remembrance of our adventure together. I cannot in good conscience continue to wear it. I know this letter will cause you such hurt, and for that I can but apologize deeply. Yet my heart is with Sigar, who is still unaware of your desires. If this is the end of our friendship, I will understand. But I truly hope we can continue to share the conversations and collaborations and the kindness that have brought me such joy all these years. Yours respectfully, Violet. ഓക്കെ, അപ്പോൾ ആ ലെറ്ററിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഗിൽഡന് വയലറ്റ് ഹോംസിനോട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ വയലറ്റ് ഹോംസ് നല്ലൊരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു നമ്മുടെ ഇഷ്ടത്തിൻ്റെ പേരിൽ ഗിൽഡൻ വയലറ്റ് ഹോംസിന് ഇഷ്ടമായിരുന്നു. ആ ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ നമ്മുടെ ഗിൽഡൻ ഒരു ലോക്കറ്റ് ഗിഫ്റ്റ് ചെയ്തു. ആ ലോക്കറ്റാണ് My mother always wore this around her neck until one day it disappeared. I was wondering where it went. She said it was a birthday present from a good friend. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഗിൽഡൻ സമ്മാനിച്ച ഒരു ലോക്കറ്റാണിത്, മാലയുടെ ലോക്കറ്റ്. ഓക്കെ, ഒരു കട്ട് സീൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, വീടിനുള്ളിൽ നടക്കുന്ന ഒരു മെമ്മറിയാണ്. അമ്മയെ തോന്നുന്നുണ്ടല്ലോ അത്. അമ്മ ലോക്കറ്റ് അണിഞ്ഞിരിക്കണ കണ്ട കഴുത്തിൽ. ഓക്കെ, അത് ഡോക്ടർ റിച്ചർ ആണല്ലോ. I just had another glimpse of a memory, John. It's fuzzy, but I'm sure it happens somewhere in the manor. Finally moving forward. വീടിനുള്ളിൽ നടന്ന ഒരു മെമ്മറിയാണ്. അപ്പോൾ വീട്ടിലേക്ക് എന്നാൽ തിരിച്ചു പോവാം. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ലോക്കറ്റ്. അപ്പോൾ ഇപ്പോൾ അവൾ ലോക്കറ്റ് തിരിച്ച് ഗിൽഡനെ തന്നെ തിരിച്ചയച്ചു. കാരണം ഇപ്പോൾ അവളൊരു ഭാര്യയാണ്, നമ്മുടെ സിഗർ ഹോംസിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇനി അവൾ ആ ലോക്കറ്റ് കഴുത്തിൽ അണിയണത് അത് അവൾക്ക് പറ്റണില്ല. കാരണം സിഗർ ഹോംസിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇനി ആ ലോക്കറ്റ് വെച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഷെർലോക്ക് ഹോംസിന് ഓർമ്മയുണ്ട്, ചെറുപ്പത്തിൽ ഈ ലോക്കറ്റ് അമ്മ ഇട്ട് നടക്കുന്നതായിട്ട് ഓർമ്മയുണ്ട്. കാരണം നല്ല ഭംഗിയുള്ള ലോക്കറ്റാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ആ ലോക്കറ്റ് കാണാതെ, കഴുത്തിൽ നിന്ന് കാണാതെ. അപ്പോൾ അന്ന് അമ്മ പറഞ്ഞത് അത് എവിടെയോ വെച്ച് മിസ്സായെന്നാണ് അമ്മ ഇവനോട് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മുടെ ഗിൽഡനെ തിരിച്ചയച്ചതായിരിക്കും ആ ലോക്കറ്റ്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് കയറാം. അപ്പോൾ വീട്ടിലത്തെ എന്തോ ഒരു മെമ്മറി നമ്മൾ കണ്ടു. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതൊന്ന് പിൻ ചെയ്ത് വയ്ക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ വേറെ ഒന്നുമില്ലല്ലോ, പുറത്ത് ഇനി വേറെ ഒന്നും കാണാനില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓ നൈസ്. നമ്മൾ കാർപ്പറ്റും പിന്നെ അതേപോലെ തന്നെ ഫാമിലി പോർട്രേറ്റും വാങ്ങിച്ചത് ഓർമ്മയുണ്ടോ? നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിലായിരുന്നു. You know, I envy you, Sherry. You can talk to other people and they won't ignore you. And I envy you. You can ignore any person you're bored with. You don't miss out on much. Most men are dull, unlike yourself. നമ്മുടെ ഫാമിലി പോർട്രേറ്റ് ആട്ടാ. ഓക്കെ, കണ്ട അമ്മേനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ വയലറ്റ് ഹോംസ്. ഓക്കെ, അമ്മയുടെ കൂടെ ഇരിക്കുന്നത് നമ്മളായിരിക്കും, ഷെർലോക്ക് ഹോംസ് ആയിരിക്കും. ബാക്കിൽ മൈക്രോഫ്റ്റ്, പിന്നെ അച്ഛൻ സിഗർ ഹോംസ്. ഓ ബ്യൂട്ടിഫുൾ പിക്ക്.
ഓക്കെ, അപ്പോൾ നമ്മൾ ആ പിക്ചറിൽ കാണണം, ആ പിൻ ചെയ്തിരിക്കുന്ന പിക്ചറിൽ കാണണം മെമ്മറി ആ ഒരു റൂം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അത് താഴെ അല്ല തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, മുകളിലായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ അപ്സ്റ്റേഴ്സ്. ഓ, ഈ പിക്ചർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അച്ഛൻ്റെ ഒരു പിക്ചർ എന്ന് പറഞ്ഞത് അത് മാത്രമേ ഉള്ളൂ എന്നാണ് ഷെർലോക്ക് ഹോംസ് പറയുന്നത്. ഓക്കെ, ഇതെന്ന സ്ഥലം. ഓക്കെ, അതിന് മുന്നേ ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട് കേട്ടോ, മെമ്മറി കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളാണല്ലോ. I had a surprise for my mother. ഓക്കെ, അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെന്താണ് സർപ്രൈസ്? എന്താണ്? You had a shovel with you, John. Fragile ancient I finding. was holding an ancient Greek vase, or rather, quite a big piece of it. I remember now, we dug up the vase from Greek ruins here on Cordona and were eager to show my mother right away. ഓക്കെ, അമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രസന്റ് ആണ്, പക്ഷേ അത് ഒരു വേസിൻ്റെ ഒരു പകുതി പോർഷനാണ്, ചെറിയൊരു പോർഷൻ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്താ വെച്ചാൽ അത് ഗ്രീക്ക് റൂയിൻസിൽ നിന്ന് അവർ കുഴിച്ചെടുത്തൊരു വേസാണ്. ഓക്കെ, അപ്പോൾ പകുതിയുള്ള എന്നാലും അമ്മയ്ക്ക് വേണ്ടി കൊടുന്നതാണ്. ഓക്കെ, വേറെ ക്ലൂസ് ഒന്നും കാണാനില്ല. ഓക്കെ, നമ്മൾ വാതിലിൻ്റെ അവിടേക്ക് ചെല്ലാണ്. For some reason, the door was closed. We knocked. But nobody answered. We thought that she was busy. So we left the vase and ran downstairs. ഓക്കെ, ഡോർമ കൊട്ടിയിട്ട് ആരും ഡോറ് തുറക്കണില്ല. അപ്പോൾ ഷീ മൈറ്റ് ബി ബിസി. ഓക്കെ, അങ്ങനെ അവർ താഴേക്ക് നടന്നു എന്നാണ് പറയണത് അല്ലേ? വേറെ മെമ്മറി കാണാനില്ലല്ലോ. ഓക്കെ, നമ്മൾ താഴേക്ക് പോവാണ്. I decided to gather some archaeological tools in order to take a closer look at the vase. But then we heard something, didn't we? ഓക്കെ, ആരെന്തോ സ്ക്രീം ചെയ്യണ സൗണ്ട് From കേട്ടു. upstairs. ഓക്കെ, അതെന്താണോ? ഓക്കെ, The vase was broken, shards scattered all over the floor. And your mother was standing at the door. Indeed, John. ഓക്കെ. I doubt it was her. Let me concentrate. Otto Richter was standing there, furious at us. Dr. Richter told us never to disturb my mother when the door is closed. He said she had broken the vase. But we didn't believe him. I bet he smashed it. ഓക്കെ, സൗണ്ട് കേട്ടിട്ട് നമ്മൾ മുകളിലേക്ക് ചെന്നപ്പോൾ വേസ് ബ്രോക്കൺ ആയി കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഡോക്ടർ റിച്ചർ വാതിലേക്ക് വന്നിട്ട് പറഞ്ഞു അമ്മ ഡോറ് ക്ലോസ് ചെയ്തിരിക്കുമ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. അമ്മയാണ് ഈ വേസ് താഴെ ഇട്ട് പൊട്ടിച്ചെന്നാണ് ഡോക്ടർ റിച്ചർ നമ്മളോട് പറഞ്ഞത്. പക്ഷേ നമ്മളത് ബിലീവ് ചെയ്തില്ല, കാരണം അമ്മ അത്രയ്ക്ക് കണ്ണി ചോറില്ലാത്ത പരിപാടി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ റിച്ചർ എന്തോ ഒരു പരിപാടി, എന്താ പരിപാടി എന്നൊക്കെ അറിയില്ല. അപ്പോൾ എന്തായാലും ഡോർ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡോറൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, The things are still here. Presumably, Mycroft never felt the need to sort through it all. Or couldn't bring himself to. No. He would have put it behind him and moved on. My brother is not one for sentimentality. wow, nice. ഓക്കെ, ഈ റൂമിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഈ റൂമിലത്തെ എല്ലാ ഫർണിച്ചേഴ്സും അവിടെ ഉണ്ട്, പക്ഷേ ഒന്നും ഓർഡറിലല്ല എന്ന് മാത്രം. അത് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ച് കിടക്കാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ റൂമൊന്ന് ചെക്ക് ചെയ്യാം. Look what I found. The White King is under attack. Sherry, can you save him and checkmate the opponent in one move? ഓക്കെ, ഒരു ചലഞ്ചാണ്, ചെസ്സിൻ്റെ You're not ചലഞ്ചാണ്. obliged to be here, Sherry. We can leave anytime you want. എന്തായാലും നമ്മളിപ്പോൾ അത് ചെയ്യണില്ല. നമ്മൾ മെയിൻ കേസുമായി മുന്നോട്ട് പോവാം. Looks like it was damaged by a blunt object. ഓക്കെ, ഒരു വോളും ഒരു പിക്ചറാണ്. അത് ആരോ എന്തോ ഒരു മൂർച്ചയുള്ള കത്തിയോ എന്തോ ഉപയോഗിച്ചിട്ട് നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ, നോട്ട് ഷുവർ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. This room always reeked with an acrid medicinal stench. And here is the reason. ഓക്കെ, അപ്പോൾ ഈ റൂമിൽ എപ്പോഴും മരുന്നുകളുടെ ഒരു മണം ഉണ്ടായിരുന്നു, സ്മെല്ല് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇവർ ഈ യൂസ് ചെയ്യുന്ന വൊക്കാബുലറി ഒക്കെ ഭയങ്കര കട്ടിയാട്ടോ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സ്മെല്ല് എന്ന് പറയുമ്പോൾ ഇവർ സ്ട്രെഞ്ച് എന്നൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചൊക്കെ ഡിക്ഷണറി നോക്കേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ സ്മെല്ല്, അപ്പം ഇതാണ് മരുന്ന്. ആ ഷെൽഫിൽ മൊത്തത്തിൽ മരുന്നുകളാണ് വെച്ചിരിക്കുന്നത്. This picture was drawn by my mother.
I recognize her hand. There's a date on it, 8th of December 1868. ഓക്കെ 1868 അമ്മ വരച്ചൊരു പിക്ചറാണ്. നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടല്ലേ, നന്നായിട്ട് വരയ്ക്കും തോന്നുന്നുണ്ടാവും അമ്മ. അപ്പോൾ ഓക്കെ നൈസ്. 3 ക്ലൂ ഉണ്ട്. This seems a bit odd. I can recognize my mother's style, but it's far too sloppy. Dated 12th of February 1869. ഓക്കെ, അത് പിന്നത്തെ വർഷം വരച്ച ഒരു പിക്ചറാണ്. ഇത് 68 വരച്ച പിക്ചറാണെങ്കിൽ അത് 69 വരച്ച പിക്ചറാണ്. പക്ഷേ ആ പിക്ചർ കുറച്ച് സ്ലോപ്പി ഉണ്ട്, കണ്ടോ, കുറച്ച് അവ്യക്തത അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. എന്നാലും മറ്റേ പിക്ചർ പോലെ അത്ര വൃത്തിയില്ല. ഓക്കെ, അതെന്താണോ? അതും അമ്മ വരച്ചതാണ്. ഓക്കെ, മറ്റൊരു പിക്ചറാണ്. ഓക്കെ, ഓ ഇത് ഭയങ്കര മോശമായല്ലോ. ഇത് എന്തൊക്കെയോ വെട്ടിക്കുറിച്ച് വെച്ച പോലെ It's ഉണ്ടല്ലേ. difficult to tell what this is meant to represent. There's no date at all. ഓക്കെ, അത് മറ്റൊരു 3ാമത്തെ പിക്ചറാണ് അമ്മ വരച്ചത്. പക്ഷെ അത് ആകെ കുത്തി വരച്ച പോലെ ഉണ്ട്, എന്താന്ന് മനസ്സിലാവുന്ന കൂടിയില്ല. ഓക്കെ, ദാറ്റ്സ് സ്ട്രേഞ്ച്. ഓക്കെ, മറ്റെന്തൊക്കെ ഉണ്ട് ഇവിടെ? Straps on the bed. Just doesn't look right. ഓ ഷീറ്റ്. ഓക്കെ, എന്താണ് ഇവിടെ സംഭവിക്കണം? അപ്പോൾ ആ ഡോക്ടർ റിച്ചനെ എനിക്ക് തീരെ പിടിച്ചിട്ടില്ല കേട്ടോ. ആള് എന്തൊക്കെയോ കണ്ടോ, സ്ട്രാപ്സ്, ഒരാളെ കെട്ടിയിടണ പോലത്തെ ഒരു സ്ട്രാപ്പ്, അതും ബെഡിൻ്റെ മുകളിലേ. Straps on എന്തായിരിക്കും? the bed. Just doesn't look right. പൊട്ടാസ്യം ബ്രോമൈഡ്. Seems this was the most frequently used medication. ഓക്കെ, ഇതാ തോന്നുന്നുണ്ട് എപ്പോഴും യൂസ് ചെയ്തിരുന്ന ഒരു മെഡിസിൻ, അമ്മ യൂസ് ചെയ്തിരുന്ന മെഡിസിന്. 1 dram dissolved in a glass of water, administered daily. Not to exceed 1 dose in 24 hours, not to be given to children. ഓക്കെ, ഓരോ ഡോസ് വെച്ചിട്ട് കൊടുത്തിരുന്ന ഒരു മരുന്നാണ്. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ ഒന്നിൽ കൂടുതൽ ഡോസ് കൊടുക്കാനും പാടില്ല. ഓക്കെ, സ്ട്രേഞ്ച്. Okay, we got a letter. February 1869 from Violet to Cigar. ഓക്കെ, അപ്പോൾ വയലറ്റ് ഹോംസിൻ്റെ ലെറ്ററാണ്, അച്ഛനെ എഴുതിയ ഒരു ലെറ്റർ. മൈ ജെൻറ്റിൽ സിഗർ, അറ്റ് ലാസ്റ്റ് ഐ ആം സ്റ്റിൽ യെറ്റ് ടു റിസീവ് എനി കറസ്പോണ്ടൻസ് ഫ്രം യു. One pursues my previous letters are chasing you around the continent as you travel. I hope you are in good health and already on your way home. Forgive me my impatience, but life without your kind voice and bright eyes is scarcely worth living. The boys need their father around too. I can tell that they miss you. Though as you well know, Mycroft is not one to wear his heart on his sleeve. In case my prior letters have been lost, know that we have relocated to Cordona. Please come back soon. Forever yours, Violet Holmes, February 1869. ഓക്കെ, അമ്മ അച്ഛനെ എഴുതിയ ലെറ്ററാണ്. അപ്പോൾ അച്ഛൻ ഒരു യാത്രയിലായിരുന്നു തോന്നുന്നു. അപ്പോൾ കുറച്ച് കാലമായി കണ്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾ അച്ഛനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. വയലറ്റ് ഹോംസ് അച്ഛനെ എന്തായാലും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അച്ഛൻ പോയതിന് ശേഷമാണ്, എങ്ങോട്ടോ യാത്ര പോയതിന് ശേഷമാണ് നമ്മൾ കൊർഡോണയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തിരിക്കണം. കണ്ടോ, ഇൻ കേസ് മൈ പ്രയർ ലെറ്റേഴ്സ് ഹാവ് ബീൻ ലോസ്റ്റ്. ഇതിന് മുന്നേ അയച്ച ലെറ്റേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഞങ്ങൾ കൊർഡോണയിലേക്ക് റീലൊക്കേറ്റ് ചെയ്ത കാര്യമെന്ന്. ഓക്കെ, സോ മച്ച് ഗോയിങ് ഓൺ. എന്തോ വയലറ്റ് ഹോംസിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്ക് എന്തോ ഒരു വിഷമം, കുറേ സ്ട്രഗിൾ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു ഓരോന്ന് കേൾക്കുമ്പോഴേ. ഒരു സൂട്ട് കേസാണ്. ഓക്കെ, yes, we can open it. Do you think the doctor could have used these tools here? I hope not. ഓക്കെ, ഒരുമാതിരി വീടിനുള്ളിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത കുറേ വെപ്പൻസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അതിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയില്ല. ഒബ്സർവേഷൻ ജേണൽ, ഒബ്സർവേഷൻസ് ഓഫ് മിസ്സിസ് വയലറ്റ് ഹോംസ് ബൈ ഡോക്ടർ റിച്ചർ.
ഓക്കെ, അപ്പോൾ ഡോക്ടർ റിച്ചൻ്റെ ഒരു റിപ്പോർട്ടാണ്, അതായത് നമ്മുടെ വയലറ്റ് ഹോംസിനെ ഒബ്സർവ് ചെയ്തേണ്ട ഒരു റിപ്പോർട്ടാണ്. ഓക്കെ, 1868 ഇനീഷ്യൽ കൺസൾട്ടേഷൻ റിവീൽഡ് ദി പേഷ്യൻറ്റ് സഫേഴ്സ് സ്ലീപ്പ് പ്രോബ്ലംസ്, periods of anxiety and a slight confusion of memories. Prescribed a strong sedative to be administered daily and will continue to monitor symptoms. ഓക്കെ, അപ്പോൾ ഇന്ന പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഉറക്കത്തിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആൻസൈറ്റി ടെൻഷനും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല സ്ലൈറ്റ് കൺഫ്യൂഷൻ ഓഫ് മെമ്മറീസ്, അതായത് ഓർമ്മപ്പശകും അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു. അപ്പോൾ ചില സ്ട്രോങ് സെഡേറ്റീവ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, അതിനോട് ബന്ധപ്പെട്ട് നല്ല സെഡേറ്റീവ്സും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് 3rd of August, ഇത് 19th of May, ഇത് 3rd of August. സെഡേഷൻ ഹാസ് ഹെൽപ്ഡ് മിനിമൈസ് ആൻസൈറ്റി അറ്റാക്സ്. ഓക്കെ, സെഡേഷൻ കൊടുത്തത് ആൻസൈറ്റി കുറച്ച് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് മിസ്സിസ് ഹോംസ് നൗ എക്സ്പീരിയൻസസ് കാറ്ററ്റോണിയ, എപ്പത്തി ആൻഡ് പ്രൊലോങ്ഡ് ഡിപ്രസീവ് സ്റ്റേജ്. Moreover, the patient's confusion has worsened, and she has begun writing letters to her deceased husband as if he were alive. I have prescribed 6 further drugs to balance her mental state and weekly hydrotherapy. ഭയങ്കര കഷ്ടമാണല്ലോ അപ്പോൾ അമ്മയുടെ കാര്യം. അതായത് 3rd August, അതായത് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അമ്മയുടെ അവസ്ഥ ഭയങ്കര മോശമായിരിക്കണം. കണ്ടോ, എക്സ്പീരിയൻസ് കാറ്ററ്റോണിയ. അതെന്താ സംഭവം എനിക്കറിയില്ല, അതൊരു കാറ്ററ്റോണിയ എന്ന് പറഞ്ഞത് എന്താ സംഭവം എനിക്കറിയില്ല, എന്നാലും ഇതുവരെ ഉണ്ടാവാത്തൊരു സംഭവമാണ് ഇപ്പോൾ കാറ്ററ്റോണിയ എന്നുള്ള പേരിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ അപ്പത്തി, പിന്നെ ഡിപ്രഷൻ, മോറോവർ ദി കൺഫ്യൂഷൻ ഇപ്പോൾ വല്ലാതെ കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, അതായത് മെമ്മറി ലോസ്. അതായത് അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു ഓർമ്മയിൽ അച്ഛൻ ഇപ്പോഴും ലെറ്റർ അയക്കേണ്ടതെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ലെറ്റർ ഇപ്പോഴും നമ്മുടെ വീട്ടിലിരിക്കാൻ കാരണം അച്ഛൻ മരിച്ചതിന് ശേഷം എഴുതിയ ലെറ്റർ ആയിരിക്കും അത്. ഓക്കെ, അതായിരിക്കും പുറത്തേക്ക് പോകാത്തത് ആ ലെറ്റർ. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. അപ്പോൾ നവംബറിൽ നടത്തിയ ചെക്കപ്പിൻ്റെ റിപ്പോർട്ടാണ്, അതൊന്ന് വായിച്ചു നോക്കാം. ദി കറന്റ് ഡ്രഗ് റെജിമെൻ ഹാസ് ഡെലിവേർഡ് മിഡിലിംഗ് റിസൾട്ട്സ് വിത്ത് കൺഫ്യൂഷൻ വേഴ്സണിങ് ഇൻ ടു നിയർ കോൺസ്റ്റൻറ്റ് ഡില്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യത്തെ ചെക്കപ്പിൽ കൺഫ്യൂഷൻ വല്ലാതെ കൂടി, ഇപ്പോൾ ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡില്യൂഷനാണ്, പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഡില്യൂഷൻ വരെ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പേഷ്യൻ്റ് ഗ്രോസ് അഗ്രവേറ്റഡ് വെൻ ദീസ് ബിലീവ്സ് ആർ കോൺട്രഡിക്റ്റഡ്, പ്രോംപ്റ്റിംഗ് അഗ്രസീവ് ബിഹേവിയർ. I have now witnessed several episodes of violence against her own family and towards herself. ഓക്കെ, ഇതിനോടകം തന്നെ നമ്മുടെ അമ്മ, ഷെർലോക്ക് ഹോംസിൻ്റെ അമ്മ സ്വന്തം ഫാമിലിയിലെ ആൾക്കാരെ തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണോ, ഇവരെന്താ ചെയ്യുന്നത്, ഈ ഡോക്ടർ എന്താ ചെയ്യുന്നത്? ട്യൂബർകുലോസിസോ കൺസെപ്ഷനോ ഒന്നുമല്ല, അതിലും വളരെ മോശമായ സ്ഥിതിയാണ് അപ്പോൾ നമ്മുടെ അമ്മയ്ക്ക്. Consequently, I order that bars be installed on the windows and that Mrs. Holmes be strapped to her bed at night. അപ്പോൾ അമ്മേനെ രാത്രിയാകുമ്പോൾ ബെഡിൽ ആ സ്ട്രാപ്പ് വെച്ചിട്ട് പൂട്ടിയിടണമെന്നാണ് പറയുന്നത്. ദി ഡോസേജ് ഓഫ് ഓൾ മെഡിക്കേഷൻ ഹാസ് ബീൻ റേസ്ഡ്. അപ്പോൾ എല്ലാ മെഡിക്കേഷൻസിൻ്റെയും ഡോസേജ് കൂട്ടിയിട്ടുണ്ട്. ഐ ഹാവ് പ്രിസ്ക്രൈബ്ഡ് ദി പേഷ്യൻ്റ് അഡീഷണൽ ഹിപ്പോതെറാപ്പി സെഷൻസ് ആസ് വെൽ ആസ് സം മൈൽഡ് ഹാലൂസിനോജൻസ്. സാഡ്, വല്ലാത്തൊരു അവസ്ഥയാണ് അപ്പോൾ അമ്മയ്ക്ക്. No labels. I doubt it ever had one. ഓക്കെ, ഒരു മരുന്നാ തോന്നുന്നുണ്ട്, പക്ഷെ അതിന് ലേബൽസോ കാര്യങ്ങളൊന്നും കാണാനില്ല. ഓക്കെ, സംതിങ് സ്ട്രേഞ്ച്. There appear to be residues of the bottle's contents at the bottom. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അതൊരു കെമിക്കൽ അനാലിസിസ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കാം. കേസ് ബുക്ക്. An almost empty bottle, a bottle containing the remnants of an unknown substance. It is tightly closed and lacks any label. ഓക്കെ, കെമിക്കൽ അനാലിസിസ് നടത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് നോക്കി നോക്കാം എന്താ സബ്സ്റ്റൻസ് എന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, analysis identified the substance as a hallucinogen derived from mushrooms.
ഓക്കെ, അപ്പോൾ ഇതൊരു സബ്സ്റ്റൻസ്, ഈ സബ്സ്റ്റൻസ് എന്താന്ന് പറഞ്ഞാൽ ഹാലൂസിനോജൻ എന്നാ പറയാം. ഓക്കെ, അത് ഗൂഗിൾ നോക്കേണ്ടി വരും എന്താ ഹാലൂസിനോജൻ. ഓക്കെ, അപ്പോൾ ഹാലൂസിനോജൻ എന്ന് പറഞ്ഞാൽ നിസ്സാര ഗുളിക അല്ല കേട്ടോ. ഹാലൂസിനോജൻ എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ദാറ്റ് ആൾട്ടർ പെർസെപ്ഷൻ, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അതായത് ഒരാളുടെ പെർസെപ്ഷനും ചിന്തകളും അതേപോലെ തന്നെ ഫീലിങ്സും ഒക്കെ ആൾട്ടർ ചെയ്യുന്ന ഒരു തരം ഗുളികയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ അമ്മ ടോട്ടലി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയെന്ന് അർത്ഥം. നമ്മുടെ ആ ബോഡി മാത്രമേ ഉള്ളൂ നമ്മുടെ അമ്മയായിട്ട്, ബാക്കിയൊക്കെ മൊത്തത്തിൽ മാറിയെന്ന് അർത്ഥം. അത് മഷ്റൂംസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എടുക്കുന്ന ഒരു തരം ഡ്രഗാണ്. മാൻ. ഓക്കെ, ഷെർലക് ഹോംസ് ഒബിറ്റുറി ഇൻ ദി ടൈംസ്, സിഗർ ഹോംസ്, ലണ്ടൻ August 21. അപ്പോൾ 1865 ഒരു പത്ര റിപ്പോർട്ടാണ്. സിഗർ ഹോംസ് ദി റിനൗണ്ട് ആർക്കിയോളജിസ്റ്റ്, ഓതൻറ്റിക്കേറ്റർ ആൻഡ് ഹിസ്റ്റോറിയൻ ഈസ് ഡെഡ്. ഓക്കെ, അപ്പോൾ 1865 നമ്മുടെ അച്ഛൻ മരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ലെറ്റർ 1868 എഴുതിയ ലെറ്ററാണ്. മെയർ 41 years, വെറും 41 വയസ്സിലാട്ടോ മരിച്ചത്. He was seized by a cardiac event during the opera at the Covent Garden Theatre on Sunday. His sudden end came as a severe shock to his large circle of acquaintances. Mr. Holmes survived his by wife Violet and two sons, Micro 16 and Sherlock 6. ഇതൊക്കെ വായിക്കുമ്പോണ്ടല്ലോ നമ്മുടെ ഷെർലക് ഹോംസിൻ്റെ ആ ഒരു പഴയകാലമൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റൂടാ, അമ്മ അനുഭവിച്ച കാര്യങ്ങളൊക്കെ. Strange feeling to read about my father's death in the newspaper. I can't recall anything except the deep feeling of loss. You were too young. It happened before we even met. It's so sad. I'm sorry. ഓക്കെ, അച്ഛൻ മരിച്ച കാര്യമൊന്നും ഓർമ്മയില്ല, പക്ഷേ എന്തോ ഒരു നഷ്ടം അനുഭവിച്ചതായിട്ട് അവനെ ഓർമ്മയുണ്ട്. ഓക്കെ, അവൻ ചെറിയ കുട്ടിയായിരുന്നു, അതിൻ്റെ ഇതാണ്. ഓക്കെ, ഇവിടെ ഒരു നോട്ടുണ്ട്, അതൊന്ന് നോക്കട്ടെ. ആൻ ഓൾഡ് ഷീറ്റ് ഓഫ് പേപ്പർ, 69 ഒരു നോട്ടാണ്, അതൊന്ന് വായിച്ചു നോക്കട്ടെ. എക്സാമിനേഷൻ നോട്ട്സ് ഓഫ് ഡോക്ടർ ഓട്ടോ റിച്ചർ. Okay, over the last few months, I have asked Mrs. Holmes to sketch some landscapes. The first few were clear and accurate, but subsequent drawings quickly drifted away from reality. Okay, അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് പിക്ചേഴ്സ് നിലത്ത് കിടക്കുന്നത് കണ്ടു. അത് മൂന്നും അമ്മ വരച്ചത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കണ്ടു, ആദ്യത്തെ പിക്ചർ നല്ല വ്യക്തമായി നല്ല ഭംഗിയിൽ വരച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ പിക്ചർ കുറച്ചൊന്ന് സ്ലോപ്പി ആയിട്ടാണ് നമുക്ക് തോന്നിയത്. പക്ഷേ മൂന്നാമത്തെ പിക്ചർ ചെറിയ കുട്ടികൾ പോലും വരയ്ക്കണ പോലെയല്ല, വളരെ വെട്ടിക്കുറിച്ച് ആകെ കുളമാക്കിയിട്ടാണ് വരച്ചിരിക്കുന്നത്. അതായത് അമ്മയുടെ മനസ്സിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഓർമ്മകളും ഹാലൂസിനേഷൻസും കാര്യങ്ങളൊക്കെ വന്ന് ആകെ കുളമായെന്ന് അർത്ഥം. It appears her disease progresses rapidly and perhaps even affects her vision. ഓക്കെ, അപ്പോൾ അവരുടെ ഡിസീസ്, അവർക്കുള്ള അസുഖം ഇങ്ങനെ കൂടി വരാണ്. ചിലപ്പോൾ വിഷൻ, കാഴ്ചേനെ വരെ ബാധിച്ചേക്കാന്നാണ് പറയുന്നത്. ഐ മേ നീഡ് ടു കൺസിഡർ ട്രിപ്പനേഷൻ. ഓക്കെ, ട്രിപ്പനേഷൻ എന്താണെന്ന് അറിയില്ല, അത് മറ്റെന്തെങ്കിലും എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും എന്ന് വിചാരിക്കാം അല്ലേ. You're not obliged to be here, Sherry. We can leave any time you want. Sure, you saved the king, but that's no checkmate, Sherry. You're losing your touch. ഓക്കെ, നൈസായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ചെസ്സിലെ. എനിവേസ്, നോ വാട്ട്. ഓക്കെ, നമ്മുടെ കേസ് ബുക്ക് നോക്കട്ടെ. A match started long ago. John dares me to play chess with him. The White King is under attack. And that's not an important thing. After examining my mother's room, I started remembering a chaotic morning together. Okay, അതെന്തായിരുന്നു? Pin evidence, അതൊന്ന് പിൻ ചെയ്യാം. Okay, we got something. Mother was troubled. Mother was troubled that morning. Something we did upset her. Dr. Richter tried to calm her down.
ഓക്കെ, നമ്മളെന്തോ അബദ്ധം കാണിച്ചിട്ട് അമ്മ ഭയങ്കര അപ്സെറ്റായിരുന്നു തോന്നുന്നു. എന്നിട്ട് ഡോക്ടർ റിച്ചർ അമ്മേനെ കാം ഡൗൺ ചെയ്യണ്ടായിരുന്നു എന്നാണ് പറയണത്. We had to put the tray with Mother's morning tea down, but why? ഓക്കെ, ട്രേ താഴെ നമ്മുടെ അമ്മയ്ക്കുള്ള ചായയുമായിട്ടുള്ള ട്രേ താഴെ വെക്കേണ്ടി വന്നു. അതെന്തുകൊണ്ടാണെന്ന് അങ്ങനെ അതെന്തായിരിക്കും? The broken plate. The broken plate shards were all over the floor. Mycroft had to change his suit as the one he was wearing was completely stained. It's starting to ring a bell. I think it happened in the morning. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പ്ലേറ്റ് വീണ് കിടക്കണം കണ്ടു. അപ്പോൾ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. അതിന് ശേഷം മൈക്രോഫ്റ്റിൻ്റെ സ്യൂട്ട് ഒന്ന് മാറ്റേണ്ടി വന്നു. കാരണം അതിൻ്റെ സ്യൂട്ടിൻ്റെ മുകളിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ പറ്റിയിരുന്നു. അപ്പോൾ ചായ എങ്ങനെ തട്ടിപ്പോയിണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യം ഒന്ന് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് സോൾവ് ആക്കാൻ ഞാൻ കുറച്ച് പാടുപെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ടേബിള് മറിയുണ്ട് തോന്നുന്നു അല്ലേ? ഓക്കെ, ടേബിള് മറിഞ്ഞു തോന്നുന്നുണ്ട്. അതാണ് ബുക്സും കാര്യങ്ങളൊക്കെ താഴെ കിടക്കണം. ഓക്കെ, അത് കറക്റ്റ് ആയിരിക്കണം. ലെറ്റ്സ് ചേഞ്ച് ദിസ് വൺ. ഇതിപ്പോൾ മൈക്രോഫ്റ്റ് താഴെ ഇടുന്ന പോലെയാണല്ലോ എനിക്ക് തോന്നിയത്. വേറെ എന്തെങ്കിലും ഓപ്ഷൻ? എന്തൊരു സൗണ്ട് അല്ലേ? ആരും അടിക്കണ സൗണ്ട് പോലത്തെ സൗണ്ട്. ഓക്കെ, നമുക്ക് ഇതിവിടെ ലോക്ക് ചെയ്യാം. ഓക്കെ, കാരണം പാത്രം വീഴുന്ന സ്ഥിതിക്ക് ഇതായിരിക്കണം ഇവിടെ ആക്യുറേറ്റ്. ഓക്കെ, ഇവിടെ എന്താണ്? ഓക്കെ, അവർ താഴെ ഇരുന്ന് ചായ കുടിക്കായിരുന്നോ? നോട്ട് ഷുവർ. അതോ അവർ കളിക്കേ? ഓക്കെ, അവരെന്താ ടേബിൾ മറിച്ചിട്ടതാണോ ഇനി? നോട്ട് ഷുവർ. ടേബിൾ മറിച്ചിട്ടതാണോ? മറ്റവൻ ചെവിട് പൊത്തി നിൽക്കണ പോലെ ഉണ്ട്. ആര്? ഷെലോംസേ. താഴെ കിടക്കുന്നതാണ് ഷെലോംസ്. അവൻ ചെവിട് പൊത്തി കിടക്കണ പോലെ ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല ചായ കുടിക്കാനായിരിക്കും. നിലത്ത് അവിടെ ട്രേ വെച്ചിട്ട് അമ്മയുടെ ചായ എടുത്ത് കുടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതായിരിക്കും. ഇത് നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യാം. ഓക്കെ, ഇനി ടേബിളിൻ്റെ അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, ഡോക്ടർ റിച്ചർ അമ്മേനെ ആശ്വസിപ്പിക്കുന്ന ഒരു സീനാണ്. ഓക്കെ, മറ്റെന്തെങ്കിലും? ഓക്കെ, ഇവർ തമ്മിൽ അടി ഉണ്ടായില്ല. അമ്മയുടെ കരച്ചിൽ കേട്ടു എന്നല്ല പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കണം അല്ലേ? നമ്മൾ നേരത്തെ കരച്ചിൽ കേട്ടതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഇതായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും മാറ്റം? ഓ, മനസ്സിലായി. യെസ്, ഇത് മാറ്റിയിട്ട് മൈക്രോഫ്റ്റ് കണ്ടോ, പ്ലേറ്റ് നേരെ മൈക്രോഫ്റ്റിൻ്റെ അവിടേക്ക് മേത്തേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഡേർട്ടും കാര്യങ്ങളൊക്കെ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ആയിരിക്കും മൈക്രോഫ്റ്റിൻ്റെ ഷർട്ടുമേ പറ്റിയിട്ടുണ്ടാവുക. ഓക്കെ, എന്നിട്ടായിരിക്കും മൈക്രോഫ്റ്റ് നമ്മുടെ സ്യൂട്ട് മാറ്റാൻ പോയിണ്ടാവുക. ഓക്കെ, നൈസ്. ഓക്കെ, ഇത് വാലിഡേറ്റ് ചെയ്യാല്ലേ? Yes. Believe you, liars! Get away from me! It's not true. It's not real. What? Oh. Everything will be okay, Sherry. I promise. Okay. It was the morning of the 9th of April, the day my mother died.
ഓക്കെ, അമ്മ മരിച്ച ദിവസം ഉണ്ടല്ലോ, അന്ന് രാവിലെ 9 മണിക്ക് നടന്ന സംഭവമാണിത്. Okay, John and I brought her morning tea, but when the shouts started, I became scared. The only thing I could think to do was hide near the bed and wait for everything to pass. Thankfully, John was there to protect me and calm me down. Okay, അപ്പോൾ ഇവൻ അമ്മയ്ക്കുള്ള ചായ മോർണിംഗ് ടീ ആയിട്ട് റൂമിൽ ചെന്നതാണ്. പിന്നെ നിലവിളി സൗണ്ടൊക്കെ തുടങ്ങിയപ്പോൾ അവൻ ചെവിട് പൊത്തിയിരുന്നു ബെഡിൻ്റെ അവിടെ. എല്ലാം ഒന്ന് അടങ്ങണ വരെ അവൻ ചെവിട് പൊത്തി അവിടെ ബെഡിൻ്റെ അവിടെ ഇരുന്നു. അതാണ് ഉണ്ടായത്. My mother, she was not just ill, but mad. God have mercy. I'm sorry. That explains why you locked the memory away. There must be more, John. That was the morning of her death. I need to know what happened. John. Every time you... I just don't... Please, Sherry, leave it be. Just breathe, John. ജോണിന് I എന്താ cannot പറ്റി? leave the last stone unturned. We are so close. ജോണും ഡിസ്റ്റർബ്ഡ് ആണ്, എന്തോ സംഭവം ഉണ്ട്. അപ്പോൾ I know. But can we at least leave it for another day? we need to continue. It cannot wait. Let us find another door and finally learn the truth. That's pointless, Sherry. To date, you have had no control over the return of these memories. It is all triggered by your work elsewhere on Cordona. You must accept that this will have to wait. Are you all right? I am not all right. Feels wrong, sad. എന്തോ പ്രശ്നമുണ്ട് Like അമ്മയ്ക്ക്. they're the memories of another man. I'm struggling to reconcile my love for my mother with the reality of who she was. And worse, what possessed Mycroft to lie about it? There are precious few pieces of this puzzle remaining, John. Let us dawdle here no longer. Indeed. Wait. Did you hear that? Yes. Metallic salts. What is this sailor doing here? ഓക്കെ, ഒരു മെറ്റാലിക് സോൾസ്, അതായത് മെറ്റൽ സോൾസ് ഉള്ള ഒരു ഷൂവിൻ്റെ സൗണ്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അസുഖം മാത്രമല്ല, അന്ന് മോർണിംഗ് വളരെ മാഡായിരുന്നു, വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് അമ്മ പെരുമാറിയത്. ഓക്കെ, അപ്പോൾ ജോണിന് എന്തൊക്കെയോ ഡിസ്റ്റർബൻസ്, ഇവ ഈ മെമ്മറീസ് ഇങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ ജോണിന് എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നമുക്കത് ചെക്ക് ചെയ്യണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളെന്തായാലും വിട്ടു കൊടുക്കണില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം. ഓക്കെ, അപ്പോൾ ആരോ ഇവിടെ വന്നിട്ടുണ്ട്. അത് ഇവിടെ തോന്നലാണോ എന്ന് അറിയില്ല, നമുക്ക് നോക്കട്ടെ. ആരോ വന്നിട്ടുണ്ട് കേട്ടോ. സെയിലർ എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ മനസ്സിലായി? I was looking for you. ഓക്കെ, ഗ്രീറ്റിംഗ്സ്. With whom do I have the pleasure of speaking? You could call me your new game. The rules are simple. I have something for you, but you alone must work out what that is. And that something is my prize, I suppose? You're a fast learner, sir. ബ്ലഡ് ആണ്. പിങ്ക് പെയിൻറ് ഇൻ ഹെയർ, പെയിൻറ് റീസെൻ്റ്ലി. ഓക്കെ, ഇവനൊരു സെയിലറാണെന്നാണ് നമ്മുടെ ഷെലോംസ് പറഞ്ഞത്. ഓൾഡ് ആൻഡ് ഷാബി സെയിലർ യൂണിഫോം. ഓക്കെ, നോ സൈൻസ് ഓഫ് ഹാർഡ് ഫിസിക്കൽ വർക്ക്. ഓക്കെ, വലിയ കാര്യമായ പണിയെടുത്ത ഒരു ലക്ഷണം കാണാനില്ല കൈമേ. ഹൈഡിങ് സംതിങ് സ്ക്വയർ ഷേപ്ഡ്. ഓക്കെ, കൈയിൻ്റെ ഇടയിൽ എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട്, സ്ക്വയർ ഷേപ്പിലെല്ലാം എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട്. എ സെയിലർ കെയിം ടു മൈ ഹൗസ് ഡിക്ലെയറിങ് ദാറ്റ് ഹി വാസ് മൈ ന്യൂ ഗെയിം. ഓക്കെ, അതൊരു ഫ്രേസാണ് തോന്നുന്നുണ്ട് കേട്ടോ. ന്യൂ ഗെയിം എന്ന് പറഞ്ഞത് എന്തോ ഫ്രേസ് തോന്നുന്നുണ്ട്. His hands showed no signs of regular physical activity, no corns, no rough skin. But owing to the fact that he had an old worn-out uniform, I assumed he was still in service. He had a drop of pink paint in his eye, which led me to believe he is somehow involved in the art sphere.
Considering the tiny square-shaped object in the sailor's pocket, I deduced the real reason behind his visit was to pass me an invitation to visit his exhibition. Artist disguised as a sailor. A man dressed as a sailor came to my house declaring that he was my new game. A drop of pink paint in his hair betrayed him as a man who is involved in the art sphere. His hands showed no signs of regular physical activity, no corns nor rough skin, which is at odds with his mariner outfit. Few artists know my name or where I live. As Vogel best fits the role of the game master, considering the tiny square-shaped object in the fake sailor's pocket, I deduced he was employed at Vogel's art gallery, and the real reason for the visit was to pass me an invitation. മനസ്സിലായി. അതായത് അവൻ പറഞ്ഞല്ലോ ഹി വാസ് മൈ ന്യൂ ഗെയിം. അപ്പോൾ ഇവനാണ് പുതിയ ന്യൂ ഗെയിം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവൻ ആരാന്ന് ഗസ് ചെയ്യണം പറഞ്ഞതായിരിക്കും. ഇവൻ ആരാന്ന് നമ്മൾ ഗസ് ചെയ്യണം. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്, സെയിലർ, ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഡിസ്ഗൈസ്ഡ് ആസ് എ സെയിലർ. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റ് ഡിസ്ഗൈസ്ഡ് ആസ് എ സെയിലർ. ഒരു ആർട്ടിസ്റ്റാണ്, പക്ഷേ ഇവനെ പറ്റിക്കാൻ വേണ്ടി ഒരു സെയിലറായിട്ട് ഡിസ്ഗൈസ് ചെയ്ത് വന്നിരിക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം കണ്ടോ, മുകളിലൊരു പെയിൻറ്റിൻ്റെ ഒരു പിങ്ക് പെയിൻറ്റിൻ്റെ ഒരു ചെറിയൊരു അംശം കാണുന്നുണ്ട്. അപ്പോൾ അത് ഹൈഡ് ചെയ്യാൻ വിട്ടുപോയി ആൾ. അപ്പോൾ ഒരു സെയിലറിൻ്റെ വേഷം കെട്ടിയിട്ടാണ് വന്നിരിക്കണം. ഇപ്പോൾ അതല്ല, ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് ആയിരുന്നെങ്കിൽ നേരെ തിരിച്ചായിരുന്നു. അതങ്ങനെ ഹൈഡ് ചെയ്യേണ്ട ആവശ്യം വരില്ലായിരുന്നു. പിന്നെ കയ്യിൽ പാടുകളൊന്നുമില്ല, നല്ല ഹെവി വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്ത പാടുകളില്ല. അപ്പോൾ ആർട്ടിസ്റ്റിനെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഹെവി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ സെയിലറാകുമ്പോൾ നല്ല ഹെവി വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൈമ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ ഇതിനായിരിക്കും ആർട്ടിസ്റ്റ് ഡിസ്ഗൈസ്ഡ് ആസ് എ സെയിലർ. അത് കൺഫേം ചെയ്യാം. സ്പേസ് ശരിയാണോന്ന് അറിയില്ല. Mr. Vogel has somehow successfully called my attention to his gallery. You're here with an invitation to visit it, obviously. My word, you are fast, Mr. Holmes. ശരിയാട്ടോ, അടിപൊളി. Came to that conclusion. Of course. Explanations are my favourite part of any conversation. Hands without any sign of regular physical activity, in contradiction to one who would most usually wear such a uniform. The paint in your hair is pink. I don't know of any military service that paints their ships pink, unless they have launched a new fashionable fleet. A sailor with the soul of an artist? I would suggest rather a gallery employee disguised as a sailor to mislead me. How many artists on the island know where I live and of my passion for deduction? Werner Vogel at the top of the list. And you've been attempting to conceal something square-shaped within your pocket. An invitation, I suppose. An invitation to Mr. Vogel's gallery. That was remarkable, Mr. Holmes. Mr. Vogel was right about your genius. I think he may have even underestimated you. This is your invitation. Please tell Mr. Vogel that the seed has been planted. He asked me to tell you to do so, if you win this little game. Farewell. വാവ്, ബ്യൂട്ടിഫുൾ. അപ്പോൾ വെർണർ വോഗലിനെ അറിയുണ്ടാവും. അതായത് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കണ്ട ഒരു വ്യക്തിയാണ് വെർണർ വോഗൽ. അതായത് ഒരു ആർട്ടിസ്റ്റ്, നമ്മുടെ ഷെർലോക്ക് ഹോംസിൻ്റെ പോർട്രേറ്റ് വരയ്ക്കട്ടെ എന്ന് ചോദിച്ച ആർട്ടിസ്റ്റാണ് വെർണർ വോഗൽ. അപ്പോൾ ആരുടെ ആർട്ട് ഗാലറീനെ കുറിച്ച് നമ്മളോട് പറഞ്ഞിരുന്നു 2ാമത്തെ എപ്പിസോഡിൽ. അപ്പോൾ അങ്ങോട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻവിറ്റേഷനായിട്ടാണ് ആൾ വന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഗെയിം പോലെ ആളെ സെയിലറായിട്ട് ഡിസ്ഗൈസ് ചെയ്തിട്ട് അയച്ചതാണ്. അതൊന്ന് വായിച്ചു നോക്കാം, ഇൻവിറ്റേഷൻ ഒന്ന് വായിച്ചു നോക്കാം. മൈ ഡിയർ ഷെർലോക്ക് ഹോംസ്, ആസ് യു നോ ഡൗട്ട് ഹാവ് ഓൾറെഡി ഗെസ്റ്റ്, ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ടു എക്സ്പീരിയൻസ് മൈ ആർട്ട് എക്സിബിഷൻ, നോട്ട് ഓൺലി ഫോർ ദി പർപ്പസ് ഓഫ് ദി contemplation of beauty, but in a more general need of your genius. You will find the gallery at the Caravanserai at the crossroads of Baza Road and Hermes Ave in the old city. നമ്മളത് ഓർത്ത് വയ്ക്കണം. At the crossroads of Baza Road and Hermes Ave. ബാസ റോഡിൻ്റെ ഹെർമിസ് ഏവിൻ്റെ ഒരു ഇൻ്റർസെക്ഷനിലാണ് ഇൻ ഓൾഡ് സിറ്റി. ഓൾവേസ് യുവർ ഫ്രണ്ട് വെർണർ വോഗൽ. നമ്മുടെ നല്ലൊരു ഫ്രണ്ട് ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ആളെ, വെർണർ വോഗൽ. ആ 2nd എപ്പിസോഡ് മുതൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ വെർണർ വോഗൽ. എ മ്യൂസ് ഫ്രം എബ്രോഡ്.
ഓക്കെ, അപ്പോൾ നമുക്കത് വിസിറ്റ് ചെയ്യാൻ പോയാലോ? ഇവിടെ ഇനി നമുക്ക് കാര്യമായി ഒന്നും ചെയ്യാണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഓക്കെ, അപ്പോൾ ഓൾഡ് സിറ്റിയിൽ ബാസ റോഡ്. ഓക്കെ, ബാസ റോഡ് ഇതാണ്. ഓക്കെ, ഇവിടെ ആയിട്ട് വരണം സംഭവം. ബേസ റോഡും ഹെർമീസ് അവന്യൂ, ക്രോസ് റോഡ്സ് ഓഫ് നോക്കടാ. അപ്പോൾ ഇതാണുള്ളത് ഗൾ അഫ്ഷാർ കറാവനസറൈ. ഓക്കെ, ഇതായിരിക്കും. യാ, ഓ നൈസ്, ലുക്സ് റിയലി ഗുഡ്. Mr. Holmes, you came. Oh, how kind. Though now, of course, I realize it is because of my game, not the works on display. It needn't be one or the other. Your man's disguise was easily debunked, Mr. Vogel, but I shall admit that you planted in me the seed of curiosity. Ah, terrific! I had no doubt you'd put the pieces together. Let us call it an opening gambit before the real game begins. So, this little game of yours, what's it about? An enigma to solve. A locked area in the basement with no windows found brutally vandalized. I have no clue how it was possible. ഓക്കെ, അപ്പോൾ ആൾ വെറുതെ വിളിച്ചതല്ല. അതായത് ഇപ്പോൾ ആർട്ട് ഗാലറിയിൽ ആളുടെ ആർട്ട് കാണാനും വിളിച്ചതല്ല. അതായത് ഒരു ബേസ്മെൻ്റ് ഉണ്ട് വിത്ത് നോ വിൻഡോസ് ആൻഡ് ഓൾ. അപ്പോൾ അതിൻ്റെ ആ ബേസ്മെൻറ്റിലെല്ലാം വാൻഡലൈസ് ചെയ്തിരിക്കുകയെന്നാണ് പറഞ്ഞത്. വാൻഡലൈസ്ഡ് എന്ന് ഞാൻ നോക്കിയപ്പോൾ അർത്ഥം നോക്കിയപ്പോൾ കണ്ടത് ഡിസ്ട്രോയിഡ്, എവറിത്തിങ് ഈസ് ഡിസ്ട്രോയിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ പ്രസൻറ്റേഷൻ അടിപൊളിയുണ്ടല്ലേ, കണ്ണു മാത്രം കാണിച്ചിട്ട്. Describe the events. What about this intrusion? What happened? Last night, I was about to leave the gallery when I heard a noise downstairs. I went to the basement, but I didn't see anything out of the ordinary. It was admittedly a rudimentary inspection. It is not uncommon to get rats down there, so seeing nothing of note, I left and locked up the building. When I returned this morning, alas, I discovered that part of the exhibition had been torched, and there was no sign of the intruder. The mystery being, of course, that all the doors to the gallery were locked exactly as I left them. And the door to the basement is the only entrance? Correct. Tell me you're not intrigued. ഓക്കെ, അപ്പോൾ സംഭവം ഒന്നുമില്ല. ഇവൻ സൗണ്ട് കേട്ടിട്ട് ബേസ്മെൻറ്റിലേക്ക് ഒറ്റ ഡോറ് മാത്രമേ ഉള്ളൂ. ആ ഡോറ് വഴിയേ എക്സിറ്റ് എൻട്രി ഉള്ളൂ. താഴേക്ക് കടന്നു. അപ്പോൾ താഴേക്ക് കടന്ന് നോക്കുമ്പോൾ കുറേ ആർട്ടൊക്കെ കത്തിച്ച് കളഞ്ഞിരിക്കണം. പക്ഷേ ഒരു ഇൻട്രൂഡറിൻ്റെ ഒരു ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ബേസ്മെൻറ്റിൽ കാണാനുമില്ല. അപ്പോൾ വാട്ട് വാസ് ഇൻ ദി ബേസ്മെൻറ്റ്? And this locked area downstairs, what exactly was it? The under gallery. It's always shut, and I'm the only one with the key. Ah, so this is your private collection, not part of the gallery. Oh, no. It's an exclusive exhibition of eccentric pieces. Only a select cadre of artists, investors, and collectors are admitted. Not everyone deserves to have their eyes opened. Well, this matter is certainly within my wheelhouse. This intrusion troubles me. Please take a look around if you're willing. The under gallery is through the door at the end. I will see what I see. ഓക്കെ, അപ്പോൾ അതൊരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് ആർട്ട് പീസസ് ആണ് അടിയിൽ ഉള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും തുറന്നു കൊടുക്കാറില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ തുറന്നു കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഇവൻ്റെ കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള ആർട്ട് പീസസ് ആണ്. സോ വേർ ഈസ് ദി ഡോർ? ഓക്കെ, ഐ തിങ്ക് ദിസ് ഈസ് ദി വേ. അല്ല, താഴേക്കാണ്. അപ്പോൾ ഇൻട്രൂഡർ എങ്ങനെ കടന്നു? എന്ത് സംഭവിച്ചു? Back home, we've got a taxidermist. He's gonna have a heart attack when he sees what I bring him. ഇത് ആർട്ട് തന്നെയാണോ അതോ? A simplistic attempt at provocation. Okay, interesting. Back home, we've got a taxidermist. He's gonna have a heart attack when he sees what I bring him.
ഇവന്തി കാണിക്കണേ അല്ല എവിടെയാണ് ഡിസ്ട്രോയ് ആയിട്ടുണ്ടെന്ന് എവിടെയാ പറഞ്ഞ ഇവിടെ ഒരു കുഴിച്ച പാടുണ്ടല്ലോ Closed with a metal bolt. ഓക്കെ നമ്മൾ അങ്ങോട്ട് കടക്കുന്നതിന് മുന്നേ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഓക്കെ ഇവിടെ 3 ക്ലൂ ഉണ്ട് 29 inches 24 inches The left step's length is shorter than the right. It indicates that the walker was lame. ഓക്കെ ലെഫ്റ്റ് വാക്ക് ലെങ്ത് എന്ന് പറഞ്ഞത് ലെഫ്റ്റ് കാലിൻ്റെ വാക്ക് ലെങ്ത് എന്ന് പറഞ്ഞത് 24 ഇഞ്ചസും ഇതിൻ്റെ കുറച്ച് കൂടുതലാണ് റൈറ്റ് ലെഗിൻ്റെ അപ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് കാലിന് എന്തെങ്കിലും ലെങ്ത്തിൻ്റെ കുറവായിരിക്കും ഉദ്ദേശിക്കുന്നത് ലെയിം എന്നാണ് പറഞ്ഞ യൂസ് ചെയ്ത വേർഡ് ലെയിം എന്നാണ് പക്ഷേ ലെയിം എന്ന് ഉദ്ദേശിക്കുമ്പോൾ വാക്കിംഗ് അത്ര വലിയ ഭംഗിയുള്ള വാക്കിംഗ് ആയിരിക്കില്ല അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഓക്കെ We got a shovel. Old and hasn't been used for a long time. ഓക്കെ ഒരു പഴയ ഷവലാണ് പക്ഷേ അധികം യൂസ് ചെയ്തിട്ടില്ല എന്നാണ് ഷെർലോക്ക് ഹോംസ് കണ്ടെത്തിയത് A true artist never shows an unfinished piece. ഓക്കെ ഇത് അൺഫിനിഷ്ഡ് പീസാണ് അതാണ് മൂടിയിട്ടിരിക്കണ തോന്നുന്നത് ഓക്കെ ഇതും ഒരു ആർട്ട് പീസാണോ കിടക ചിലപ്പോൾ ആയിരിക്കും ഓ ഇവിടെ 3 ക്ലൂസ് ഉണ്ടല്ലോ ലുക്സ് ടു ഹെവി സ്ലൈഡ്ലി ഓ വായിച്ചില്ല Sherry, how about some company in that dreary chamber of yours? Leave my loneliness unbroken, John. A handprint of the thing from another world. But it looks fresh, and its coal origin ruins the effect of the extra mundane. ഓക്കെ നോക്കട്ടെ അത് ഒന്നുകൂടി ഒന്ന് കട്ടിയുള്ള വാക്കാണ് അതിനെ യൂസ് ചെയ്തിരിക്കുന്നത് A handprint of the thing from another world. But it looks fresh, and fresh. its coal origin ruins the effect of the extra mundane. കേക്കോ എക്സ്ട്രാ മണ്ടൈനോ എന്ത് A handprint of the thing from Astro another mundane. world. But it Astro looks fresh, mundane. and its coal origin ruins the effect of the extra mundane. എക്സ്ട്രാ മണ്ടൈൻ ഔട്ട്സൈഡ് ഓർ ബിയോണ്ട് ദി ഫിസിക്കൽ വേൾഡ് ഓക്കെ ഫിസിക്കൽ വേൾഡിന് അതീതമായിട്ടുള്ള ഒരു സംഭവം അതാണ് അതിൻ്റെ അർത്ഥം A handprint of the The thing thing from the another other world. but it looks But fresh it looks fresh, and Its its coal coal origin origin ruins the effect of the extra ruins mundane. the effect of the extra mundane ഓക്കെ അതിൻ്റെ കോളിൻ്റെ A handprint origin of the thing ruins the from effect of the another extra world. mundane But it looks fresh, and its coal origin ruins the effect of the extra അത് mundane. നമ്മുടെ കേസിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല എന്ന് വിചാരിക്കാം ഓക്കെ Sodden and mold-ridden, one presumes deliberately. The parasites of creativity, or just a reflection of the artist's recreational interests. Saturn devouring his sun. Oh, grim composition. Unflinching in its ഭയങ്കര ferocity, yet somehow ഒരു ഇത് ഇവിടുത്തെ ആർട്ട് വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്ക് വൈബ് അല്ലേ എല്ലാത്തിനും ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് ഓക്കെ ഇതാണ് കത്തിച്ചത് ഇൻട്രൂഡർ കത്തിച്ച ഒരു പോർഷൻ ഇതാണ് ദി ഫ്രെയിം ഈസ് എംപ്റ്റി Sheer vandalism. Only an ignorant person could do such a thing. ഫ്രെയിം മാത്രമുള്ളൂ സിഗരറ്റ് അടിപൊളി Coal fingerprints. I think we're looking for a man with a coal moustache. ഓക്കെ കോളിൻ്റെ അംശം ഉണ്ട് കേട്ടോ കോൾ ഫിംഗർ പ്രിൻറ്റ് ഓക്കെ പിന്നെ നമ്മൾ നേരത്തെ ഒരു കൈപ്പത്തി കണ്ടില്ലേ അതിലും കോളിൻ്റെ അംശം ഉണ്ടായിരുന്നു
ഓക്കെ, അടിപൊളി. ഇതൊക്കെയാണ് ലൂപ്പ് ഹോൾസ് എന്ന് പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചിട്ടേ പോവുള്ളൂ. Coal fingerprints. I think we're looking for a man with a coal moustache. മാൽബ്രോ, A Malpalbut. Malpalbut, okay. Okay, let's go. സ്ക്രാച്ച് ഉണ്ടല്ലോ അവിടെ. സ്ക്രാച്ചസ് ഫ്രഷ് ആണ്. മാഗ്നറ്റ് ഫില്ലിങ്സ്. ഓക്കെ, മനസ്സിലായി. അതുമേ സ്ക്രാച്ചസ് കണ്ടോ? ആ സ്ക്രാച്ചിൻ്റെ ഇടയിൽ ഇങ്ങനെ മാഗ്നറ്റിൻ്റെ അംശങ്ങൾ കാണാണ്ട്. പിന്നെ അത് ഫ്രഷും ആണ്. അത് ശരി. ഇപ്പോൾ കയറി പോയുള്ളൂ. നോട്ട് ഷുവർ. ദേ കോളിൻ്റെ പാട്. Footprints. Size 9.5. 9.5. ഓ, വലിയ ഫുട് പ്രിൻ്റ് ആണല്ലോ. ഓ, നമുക്ക് ഡിറ്റക്ട് ചെയ്യാനുള്ള എല്ലാ ഐഡിയാസും കിട്ടിയിട്ടുണ്ട്, ക്ലൂസും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നൈസ്. നോക്കി നോക്കാം. ഓക്കെ, ഇൻട്രൂഡർ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു. ഓക്കെ, മറ്റെന്തെങ്കിലും ഓപ്ഷൻ നോക്കട്ടെ. യെസ്, എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇവൻ ക്രിയേറ്റ് ചെയ്യണ ഒരു സീനാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. നോട്ട് ഷുവർ. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഈ ഇൻട്രൂഡറിനെ വയ്ക്കാം. ഓക്കെ, ഓക്കെ, കോളിൻ്റെ അംശം കണ്ട സ്ഥിതിക്ക് ചിലപ്പോൾ ഇൻട്രൂഡർ ആയിരിക്കണം. ഓക്കെ, വാട്ട്, സീരിയസ്ലി? ഇയാൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നാൽ എങ്ങനെ ശരിയാവും? അതിൻ്റെ ഉള്ളിൽ അസ്ഥിക്കൂടല്ലേ? പിന്നെ അയാളാണ് അവിടെ കൈ വെക്കണത്, ഇയാളാണ്. ഓക്കെ, ഇവിടെ ഒരു സംഭവമുണ്ട്. ഓക്കെ, ഓക്കെ, അതായത് ഇങ്ങേര് ഒരു സീന് ക്രിയേറ്റ് ചെയ്യാനാണോ നോക്കണത് നമ്മുടെ വോഗല്? അതിന് വഴിയില്ല. എന്നാലും അവരുടെ ആ ഒരു ബുദ്ധി കണ്ടോ? എനിക്ക് ആ ഒരു ഡൗട്ട് വന്നു. കാരണം അവൻ്റെ കയ്യിൽ മാത്രമേ ഇതിനുള്ള കീ ഉള്ളൂ, ബേസ്മെൻറ്റിലേക്കുള്ള കീ ഉള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു അത്ഭുതം. അപ്പോൾ അങ്ങനെ കൂടി ആ ഒരു ഓപ്ഷൻ കൂടി, അങ്ങനെ ചിന്തിക്കണവർക്ക് ആ ഒരു ഓപ്ഷൻ കൂടിയും കൊടുത്തു അവർ. അതായത് ആളെന്നൊരു സീന് ക്രിയേറ്റ് ചെയ്തതായിക്കൂടെ എന്നുള്ളൊരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന സംഭവം. എല്ലാതും ആയില്ലേ? Yeah, let's do it. You're not even trying, Sherry. Oh, bullshit. Concentrate. അപ്പോൾ പിന്നെ നമ്മുടെ വോഗലായിരിക്കും അല്ലേ? ഓക്കെ, ഇവിടെ വോഗലായിരിക്കും. കാരണം ഇത് റിയൽ, നോട്ട് ഷുവർ. സംഭവം നമ്മൾ കുറച്ച് മാർക്ക് കണ്ടു. അതായത് ഫ്രഷ് ആയിട്ടുള്ള മാർക്കുകൾ കണ്ടു. മനസ്സിലായോ? ഫ്രഷ് ആയിട്ടുള്ള മാർക്കുകൾ കണ്ട സ്ഥിതിക്ക് നമ്മുടെ വോഗൽ സൗണ്ട് കേട്ടിട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്തും കള്ളൻ ഇവിടെ ഉണ്ടാവണം. ഓക്കെ, അങ്ങനെ ആയിരിക്കണം. നോക്കട്ടെ. The intruder entered the basement through the coal chute.
He used a magnet to open the hatch bolt. He accidentally pushed a shovel to the floor. Vogel heard the noise. At the sound of his approaching footsteps, the intruder hid inside the coffin. When Vogel entered the basement, he failed to notice anything strange and left without properly checking. The intruder waited until Vogel had left the caravanserai before burning the paintings in Wilde's room. But the vandalism was a cover for the theft. Oh, beautiful. നമ്മളത് കറക്റ്റ് ഡിഡക്റ്റ് ചെയ്തു കേട്ടോ. വാൻഡലിസം. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടാട്ടോ നമ്മൾ ഉദ്ദേശിച്ച സംഭവം തന്നെയാണ്. അതായത് നമ്മുടെ വോഗൽ താഴേക്ക് വരുമ്പോൾ കള്ള് വിടുന്നുണ്ട്. അപ്പോൾ കള്ളൻ വോഗൽ വരുന്ന സൗണ്ട് കേട്ടപ്പോൾ ആ കഫിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു. എന്നിട്ട് പക്ഷേ വോഗലിനെ അധികം ഇവിടെ ചെക്ക് ചെയ്യാനോ കാര്യങ്ങളൊന്നും നിന്നില്ല. തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോയപ്പോൾ തിരിച്ച് ആ കള്ളൻ പുറത്തേക്ക് വരിക. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പിക്ചേഴ്സൊക്കെ കത്തിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പിക്ചേഴ്സ് ഫുള്ള് കത്തിക്കാൻ കാരണം എന്താ വെച്ചാൽ ആളുടെ മോട്ടീവ് എന്ന് പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പെയിൻറ്റിങ് അടിച്ചു മാറ്റാന്നുള്ളതായിരുന്നു ആളുടെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ആ പർട്ടിക്കുലർ പെയിൻറ് ഏതാണെന്ന് ആർക്കും മനസ്സിലാവാതെ ഇരിക്കാനാണ് ആ ഒരു പോർഷനിലുള്ള എല്ലാ പിക്ചേഴ്സും കത്തിച്ച് കളഞ്ഞത്. അപ്പോൾ ആളൊരു പർട്ടിക്കുലർ പിക്ചറിൻ്റെ പിന്നാലെയാണെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായിച്ചാൽ ഒരു സംഭവം മാത്രം ഫ്രെയിം അവിടെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പിക്ചർ മാത്രം എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ആ ഒറ്റ ഫ്രെയിം മാത്രം അവിടെ വെച്ചിട്ട് പോകണമെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് വേണ്ടത് ഒരു പർട്ടിക്കുലർ പെയിൻറ്റിങ് മാത്രമാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. ഓക്കെ, അടിപൊളി. എന്താ നോക്കിയാൽ നമ്മൾ ശരിക്കും അത് ഡിഡക്റ്റ് ചെയ്തു എന്നുള്ളതാ. അതായത് വോഗിൾ ഇറങ്ങി വരുന്ന സമയത്ത് കള്ള അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ശരിക്കും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ കോൾ ഫുട് പ്രിന്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗരറ്റിൻ്റെ പീസ് ഉണ്ട്. മാൽപാൽ എന്ന് പറഞ്ഞൊരു സിഗരറ്റിൻ്റെ ഒരു ഇത് നമ്മൾ കണ്ടു. പിന്നെ ആളുടെ ഫുഡ് സ്റ്റെപ്സ് ഡിസ്റ്റൻസ് രണ്ടൊരു വ്യത്യാസമുണ്ട്. Extravagant paintings have been left to rot in a basement. A commentary on decay and the crumbling of society, correct? I don't know. Well, that's absurd. Of course you know. It's your gallery. There is no one answer, no singular truth, but many filtered through the subjective mind. That forgetting, embellishing. Besides, what's wrong with a lie if it makes life more interesting? What's wrong with a lie? It corrupts the ability of others to behave freely and rationally. Men never act freely and rationally anyway. It matters not what is or isn't in the end. The only important thing is how you feel. And I simply want to feel and consume as much as I can. Don't you? Feelings are simply one's animal ancestry trying to wrest back control of the brain. I try to avoid the distraction. You try not to feel, even in a place like this? None of it moves you? To be frank, I struggle to maintain even a whit of interest in art. But Mr. Holmes, it is joy incarnate. Mankind's Mankind's highest achievement above all others is objective and rational thought. I see then why you dislike art, for it means whatever you want it to. Or perhaps, Mr. Vogel, I was lying. Aha. The case was interesting. Mr. Vogel, my investigation has revealed that the intrusion was not merely vandalism but theft. The limping visitor left your place with a canvas. That's very impressive. This thief was familiar with the gallery and he was sporting a limp. Do any of your clients or artists come to mind? My, your attention to detail is remarkable, Mr. Holmes. I should introduce you to Bosch's works. Alas, I'm afraid I cannot suggest a culprit. Okay, about the theft. The fire was a clever attempt to hide a stolen painting, even if it didn't fool me. I found the remnants of an empty frame in the pile of ashes. The canvas had been removed. Do you know which paintings in the Wild Room may have interested a thief? Were any particularly expensive? Those pieces belong to a well-known artist named Boniface Mercurio. They're controversial, but not of a notably high value. About the controversial, okay. കോൺട്രവേഴ്ഷ്യൽ പെയിൻറ്റിങ് ആയതുകൊണ്ട് തന്നെ അത് അടിച്ചു മാറ്റാനും ചാൻസസ് കൂടുതലാണ്. The intruder entered the basement through the coal chute.
He used a magnet to open the latch and dislodged the shovel while doing so. That's the noise you heard yesterday. When you went downstairs to investigate, he hid in the coffin. Oh. It seems I should have checked the space more thoroughly. There's something more, is there not? I can see it in your eyes. Indeed. There is another intriguing angle. I recently received an anonymous offer for one of Mercurio's works. The sum was more than fair, and indeed could have saved Mercurio from his artistic poverty. But he declined it. Was it a performative whim? Some artists lionize pain and hardship as if their work would be worse after a meal and a hot bath. I cannot tell. But not only did he refuse the deal, he insisted on displaying the painting in the public space. I was hoping to change his mind, but artists are a special breed of stubborn. Where does Mercurio live? So where can I find Boniface Mercurio? I know he lives somewhere in Old City, but couldn't be more specific. He's a prominent figure, so finding him shouldn't be a problem. ഓക്കെ കറക്റ്റ് പ്ലേസ് ഇവനറിയില്ല, പക്ഷേ ഒരു പ്രോമിനൻറ്റ് ഫിഗർ ആയതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ മെർക്യൂരിയോയുടെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് ചോദിച്ചു നോക്കാം. What was depicted in the piece? A bound woman, wrapped in robes, being penetrated by a red devil that stared at us, the viewer. The beast had numerous tails growing from his back, and a large crowd gathered around the pair, silently watching the orgiastic scene. Okay, well, given the nature of the other works on display, it's hard to see why that one stood out. What could possibly be its value? The evaluation of art is very subjective, Mr. Holmes. After all, art is everything. A poem, a bruise, the beads of sweat on your beloved skin. Even a masterfully solved crime. I'm not sure I see the connection. Regardless, the painting was one of a series called The Sabbath Night in Cordona. The works depict sex, violence, and other controversial acts that life, for better or worse, contains. Ah, I see. I'm not sure that you do, but that can wait for another time. Well, I believe I have enough to begin. Thank you, Mr. Vogel. Your gallery certainly has unexpected depths. I'm delighted to have been able to please a friend. In return, I expect you to come back with good news. Or at least with a good story. ഓക്കെ, അപ്പോൾ ഒരു മെർക്യൂരിയോ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു പർട്ടിക്കുലർ ഡ്രോയിങ് ആണ് ഇവിടെ നിന്ന് മോഷണം പോയിരിക്കുന്നത്. അപ്പോൾ അത് മോഷണം പോകാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ഞാൻ കാണുന്നത് അത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പിക്ചറാണ്. പിന്നെ മാത്രമല്ല അത് കോൺട്രവേഴ്സി ആവാൻ കാരണം അതിൻ്റെ ഉള്ളടക്കം തന്നെയാണ്, ആ പെയിൻറ്റിങ്ങിൻ്റെ ഒരു മീനിങ് തന്നെയാണ് അതിൻ്റെ ഒരു കോൺട്രവേഴ്സിക്കുള്ള മെയിൻ റീസൺ. ഓക്കെ, അപ്പോൾ അത് ആളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളടക്കം ആൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അത് ഞാൻ വായിക്കാം. ഓക്കെ, പെയിൻറ്റിങ് ദാറ്റ് മൈറ്റ് ബി സ്റ്റോളൻ. ഓക്കെ, ഇറ്റ് ഡിപിക്സ് എ റോപ്ഡ് വിമൻ ഇൻ ദി ആക്ട് ഓഫ് ലവ് വിത്ത് എ ഡെവിൽ ലുക്കിംഗ് എറ്റ് ദി വ്യൂവർ വിത്ത് എ ക്രൗഡ് ഗാദേർഡ് അറൗണ്ട് ദം. അതായത് ഒരു ഡെവിലായിട്ടൊരു വിമൻ ചെയ്യുന്ന ഒരു ലവ് മേക്കിങ്ങിനെ കുറിച്ചിട്ടാണ് ആ ഒരു ചിത്രത്തിൽ പറയണത്. മാത്രമല്ല അവർക്ക് ചുറ്റും കാണികളും ഉണ്ടായിരുന്നു. അതൊരു റോങ് മെസ്സേജായിട്ടാണ് ആ ഒരു പിക്ചർ എല്ലാവരും കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇനി മെർക്യൂരിയോനെ പോയി കാണണം, അതായത് ഈ ചിത്രം വരച്ച ആളെ പോയി കാണണം. അപ്പോൾ ആൾ നല്ല പോപ്പുലറായിട്ടുള്ളൊരു ചിത്രകാരനാണ്, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് നമ്മുടെ ഒരു ഊഹം. അപ്പോൾ എന്തായാലും ശരി, ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി ഞാൻ മറ്റൊരു എപ്പിസോഡിൽ ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.